بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا أما بعد السلام عليكم ورحمة الله وبركاته. പ്രിയ സത്യവിശ്വാസികളെ, കേരളത്തിലെ കുബൂരികളായ EKAP സമസ്ത വിഭാഗങ്ങളെ അവർ പ്രത്യക്ഷമായി പ്രകടമാക്കി ബഹുദൈവാരാധന നടത്തുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അതാണ് ദീന്, അതാണ് അള്ളാഹുവിൻ്റെ ദീൻ, ഷിർക്കാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തൗഹീദിന് എതിരെ നിൽക്കുകയും തൗഹീദ് സംസാരിക്കുകയും പ്രകടമാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സലഫികൾക്ക് ഘടകവിരുദ്ധരായി അതിനെതിരെ നിൽക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ കുബൂരികൾ, സമസ്ത കുബൂരികൾ. അപ്പോൾ ഇത്തരം ആളുകളെ ഒരിക്കലും നമുക്ക് മുസ്ലിമീങ്ങളായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന ദഅവത്ത് നാം കൊടുക്കുമ്പോൾ ഷിർക്ക് പ്രകടമാക്കിയ ഒരാളെ മുശ്രിക്കായിട്ടേ കാണാൻ പാടുള്ളൂ. ബഹുദൈവാരാധന നടത്തുന്ന ഒരാൾ ബഹുദൈവാരാധകനാണ്. അത് അറബിയിൽ പറയുമ്പോൾ ഷിർക്ക് ചെയ്യുന്ന ഒരാൾ മുശ്രിക്കാണ്. ഇതിൽ എന്താണ് യുക്തിപരമല്ലാത്തത് ഉള്ളത്? ഇത് യുക്തിയല്ലേ? ഇത് ശരീഅത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ? അള്ളാഹുവിൻ്റെ വാക്കുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ ഷിർക്ക് ചെയ്യുന്ന ഒരാൾ മുശ്രിക്കാണ് എന്ന്, മുശ്രിക്ക് കാഫിറാണ് എന്ന്? അപ്പോൾ ഷിർക്ക് പ്രകടമാക്കിയ ബഹുദൈവാരാധന പ്രകടമാക്കിയ ആളുകളായ ഈ നമ്മുടെ നാട്ടിലെ കുബൂരികളെ മുശ്രിക്കെന്നും കാഫിറെന്നും പറയണം, അതനുസരിച്ച് നിലപാടെടുക്കണം, ആ നിലപാട് അവരോട് എടുക്കണം എന്ന് നാം പറയുമ്പോൾ സലഫികളാണെന്ന് പറയുന്ന ആളുകൾ അവരെ നമ്മെ ഖവാരിജകളും തക്ഫീരികളും ആക്കി മാറ്റി നിർത്താറുണ്ട്. ഇത് ശരിയല്ല എന്ന് പറയാറുണ്ട്. വളരെ ഗുരുതരമാണ് അവർ വീണുപോയിട്ടുള്ള ആ വഴികേട്. അവരെ തന്നെ സ്വയം മതത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു കാര്യമാണ് അതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു അവർക്കത് മനസ്സിലാക്കി കൊടുക്കട്ടെ. ആമീൻ. മുശ്രിക്കിനെ മുസ്ലിമായി അംഗീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ മുർത്തദ്ദും കാഫിറുമായി മതത്തിൽ നിന്നും പുറത്താക്കുന്ന കാര്യമാണ്. വളരെ ഗുരുതരമാണ്. മുസ്ലിമായി മുവഹിദായി ഇരിക്കുന്ന ഒരാൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അതല്ലെങ്കിൽ ബദരീങ്ങൾക്ക് നേർച്ച ചെയ്യുന്ന ഒരാളെ പിന്നെ മുസ്ലിമായിട്ട് അംഗീകരിച്ചു കൊടുത്താൽ, അങ്ങനെ കണ്ടാൽ ഈ മുസ്ലിമായ ആളും കാഫിറും മുശ്രിക്കും മുർത്തദുമായി മതത്തിൽ നിന്ന് പുറത്തു പോകും. ബിലാ ഷക്ക്, ഒരു സംശയം വേണ്ട. അതാണ് ദീനുൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അവകാശമാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ള അള്ളാഹുവിൻ്റെ അവകാശമാണ് ഷിർക്കിലായവനെ മുശ്രിക്കും കാഫിറുമായി തക്ഫീർ ചെയ്യുക എന്നുള്ളത്. അത് മുസ്ലിമിനെ തക്ഫീർ ചെയ്യുക എന്നുള്ളതല്ല. ഷിർക്കിലുള്ള ഒരാൾ ഒരിക്കലും മുസ്ലിം ആയിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരാളെ തക്ഫീർ ചെയ്യണം, കാഫിറാക്കണം, മുശ്രിക്കാക്കണം, ആ നിലപാടെടുക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മുസ്ലിമുകളെ കാഫിറാക്കുന്നു എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല. കാരണം അവർ മുസ്ലിങ്ങളായിട്ടേ ഇല്ല. ഇനി ഞാൻ ഈ ക്ലിപ്പ് പ്രത്യേകമായിട്ട് ഇടുന്നത് ഈ വിഷയത്തിൽ നമ്മളോട് പലരും പറയാറുണ്ട്, നിങ്ങൾ പുതുവാദക്കാരാണ്, നിങ്ങൾ പറയുന്ന വാദം ഇവിടെ ആരും പറയാറില്ല, മുജാഹിദിൻ്റെ പ്രഭാഷകർ പറയാറില്ല, മറ്റ് സലഫി പ്രഭാഷകർ പറയാറില്ല, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത്, നിങ്ങൾ പുതുവാദക്കാരാണ് എന്നുള്ള, നിങ്ങൾ തക്ഫീരികളാണ്, നിങ്ങൾ ഖവാരിജുകളാണ് എന്നെല്ലാം പറയാറുണ്ട്. അതിൻ്റെ ഗൗരവം എത്രയാണ് അവരെ ആ പറയുന്ന ആളുകൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് എന്നവർ മനസ്സിലാക്കുന്നു പോലുമില്ല. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഈ ക്ലിപ്പ് ഇട്ടിരിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ പണ്ഡിതനായ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ല, സൗദിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നയുടെ ഇമാമാണ്. ഏറ്റവും തലമുതിർന്ന പണ്ഡിതനായിട്ട് അഹ്ലു സുന്ന മൊത്തം അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ. നമ്മുടെ നാട്ടിലുള്ള സലഫികളും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കിതാബുകളിൽ നിന്നും അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ 2 പ്രശസ്തമായ കിതാബുകളാണ്. നമ്മുടെ നാട്ടിലെ സലഫികൾ പോലും വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കിതാബാണ്. അതിലെ 2 പേജിൽ അദ്ദേഹം നമ്മൾ ഈ പറയുന്ന വിഷയം അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഷറഹ് നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബിൽ നിന്നാണ്. ഇതിൻ്റെ 80ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. ഈ പേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഈ ചുവപ്പ് വരയിട്ട കുറച്ച് താഴെന്നാണ്, ചുവപ്പ് ബ്രാക്കറ്റ് ഇട്ട 3ാമത്തെ വരിയിൽ കാണാം. കൂടുതൽ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഫകുല്ലു മൻ അശ്റക ബില്ലാഹി വഅബദ മഅഹു ഗൈറഹു മിനൽ അശ്ജാരി വൽ അഹ്ജാരി വൽ അസ്നാം വൽ അവസാൻ വൽ ഖുബൂർ വൽ അദ്രിഹ ഫഇന്നഹു മുശ്രികുൻ കാഫിറുൻ യജിബു തക്ഫീറുഹു ഹത്താ വലൗ കാന യദഉ അൽ ഇസ്ലാം വയഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൽ അദ്ദേഹം പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ഇസ്ലാമിലോട്ട് സ്വയം ചേർത്തി പറയുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ അള്ളാഹുവിനോട് കൂടെ ഷിർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ, അള്ളാഹുൽ പങ്ക് ചേർത്ത് ഷിർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ, എന്തിനെ പങ്ക് ചേർത്ത്? കല്ലിനെയോ മരത്തെയോ ബിംബങ്ങളെയോ പ്രതിമകളെയോ ഖബറിനെയോ ജാറത്തെയോ എന്തിനായിക്കോട്ടെ അതിൽ ഷിർക്ക് വെച്ച ആളാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ പോലെ കുബുരുകളെ പോലെ ഖബറിനെയും ജാറത്തെയും മരിച്ചവരൊക്കെ കല്ലിനെയും മുള്ളിനെയൊക്കെ
ആരാധിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്ത ആളാണെങ്കിൽ ഫഇന്നഹു മുശ്രിക്കും കാഫിറുൻ, അവൻ ഇനിയിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ആളാണ്, ഇസ്ലാമിലാണെന്ന് സ്വയം ചേർത്തി പറയുന്ന ആളാണെങ്കിൽ പോലും ഫഇന്നഹു മുശ്രിക്കും കാഫിറുൻ, അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. അവനെ തക്ഫീർ ചെയ്യൽ നിർബന്ധമാണ്. യജിബ് തക്ഫീറുഹു ഹത്താ വലൗ കാന യദ്ഉൽ ഇസ്ലാം വയഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ലിഅന്ന അശ്ശിർക യബ്തുലു ഷഹാദതൈൻ, കാരണം ഷിർക്ക് ഷഹാദത്തിനെ ബാത്തിലാക്കും, വയനാക്കിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ നിഷ്ഫലമാക്കും, വഫ്സിദു തൗഹീദ്, തൗഹീദിനെ വഷളാക്കും. എല്ലാ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധമാണ് യുകഫിർ അൽ മുശ്രിക്കീൻ അല്ലദീന യഅബുദൂന ഗൈറല്ലാഹ്, എല്ലാ മുസ്ലിമിൻ്റെ വജിബ് അലൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ പേരിൽ നിർബന്ധമാണ് യുകഫിർ അൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളെ തക്ഫീർ ചെയ്യുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഖബറിനെ ആരാധിക്കുന്നവനൊക്കെ മുശ്രിക്കാണ്. മുശ്രിക്കിനെ തക്ഫീർ ചെയ്യുക മുസ്ലിമിൻ്റെ പേരിൽ വാജിബാണ്. അല്ലദീന യഅബുദൂന ഗൈറല്ലാഹ്, അവൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മുശ്രിക്കുകൾ. സവാൻ കാനു മിനൽ അറബി വ മിനൽ അജബ്, അറബി ആണെങ്കിൽ ശരി, അറബി അല്ലാത്തവനാണ് ശരി. കാനു മിനൽ യഹൂദ് വൻ നസാറ വൽ മുൻതസിബിൻ ഇസ്ലാം, ഇനി ആൾ അറബി ആണെങ്കിലും ശരി, അറബി അല്ലെങ്കിലും ശരി, പിന്നെ യഹൂദ നസറാണി ആണെങ്കിൽ ശരി, അതല്ല ഇനി ഇസ്ലാമിലോട്ട് ചേർത്തി പറയുന്ന ഒരാളെ കുറിച്ചാണെങ്കിലും ശരി, അയാളെപ്പോലും ശിർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കാഫിറും മുശ്രിക്കുമായി തക്ഫീർ ചെയ്യൽ ഒരു മുസ്ലിമിൻ്റെ പേരിൽ നിർബന്ധമാണ്. ഇനി അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ആളാണെങ്കിൽ പോലും. ഹാദിഹി ഹഖീദത്തുൻ ലൈസ അലൈഹ മുസാവമത്തുൻ, ഈ വിശ്വാസ കാര്യത്തിൽ ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇതിൽ പറ്റില്ല എന്നാണ് അദ്ദേഹം എഴുതിയതാണത്. ഫമൻ ലം യുകഫിർ അൽ മുശ്രിക്കീന ഫഇന്നഹു യകൂനു മുർത്തദ്ദൻ കാഫിറൻ മിസ്ലുഹും, ആരാണോ പിന്നെ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാത്തത്, കാഫിറാക്കാതെ, ഇന്നഹു യകൂനു മുർത്തദ്ദൻ കാഫിറൻ മിസ്ലുഹും, അയാൾ ആ മുശ്രിക്കിനെ പോലെ കാഫിറും മുർത്തദുമായി മാറ്റുന്നു പുറത്തു എന്നാണ്. ഇത് ഞാൻ എഴുതിയല്ല, ഇതാണ് പച്ച ലൈനിട്ടത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഫമൻ ലം യുകഫിർ അൽ മുശ്രിക്കീന ഫഇന്നഹു യകൂനു മുർത്തദ്ദൻ കാഫിറൻ മിസ്ലുഹും, ആരാണോ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാത്തത് അയാൾ ആ മുശ്രിക്കുകളെ പോലെ കാഫിറും മുർത്തദുമായി പുറത്തുനിന്ന് പുറത്തു പോകും. ലിഅന്നഹ തസാവ ഇൻദഹു അൽ ഈമാൻ വൽ കുഫ്ർ, അയാൾ സ്വന്തമായി ഈമാനെയും കുഫ്റിനെയും തൻ്റെ അടുത്ത് ഒരുപോലെ ആക്കി. ലാ യുഫരിഖു ബൈന ഹാസ വ ഹാസ, അയാൾ ഈമാനെയും കുഫ്റിനെയും രണ്ടിനും വേർതിരിച്ചില്ല, രണ്ടിൻ്റെ ഇടയിൽ വേർതിരിവ് കാണിച്ചില്ല. ഹാസ കാഫിറുൻ, അയാൾ കാഫിറാണ്. അയാൾ ഈമാനെയും മുശ്രിക്കിനെ കാഫിറായി തക്ഫീർ ചെയ്യാത്തത് കാരണം അയാൾ ഈമാനെയും കുഫ്റിനെയും ഒരുപോലെ ആക്കി. അങ്ങനെ ഒരുപോലെ ആക്കിയത് കൊണ്ട് അയാൾ കാഫിറായി. ഇത് സുഹൃത്തുക്കളെ, ഇത് ഞാൻ എഴുതിയതല്ല, ഇതിന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നയുടെ ഏറ്റവും തലമുതിർന്ന പണ്ഡിതനായ ഏകദേശം 90 വയസ്സോളം പ്രായമുള്ള ഇന്ന് സൗദിയിൽ ജീവിച്ചിരിക്കുന്ന സ്വാലിഹ് ഫൗസാൻ ഹഫീദുല്ലാഹ് എഴുതിയതാണ്. ഒന്ന്, ഈ നമ്മുടെ നാട്ടിലെ സലഫികൾ എന്ന് പറയുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചൂടെ, നമ്മൾ ഈ പറയുന്നത് ആണോ ശരി, അതല്ല ഇങ്ങനെ ഈ ഖബറിനെ ആരാധിക്കുന്ന ഈ സമസ്ത കുബൂരിയെ തക്ഫീർ ചെയ്ത് കാഫിർ എന്ന് പറയുന്നവൻ ഖവാരിജാണോ എന്ന് ചോദിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാനെ നിങ്ങൾ ഖവാരിജി എന്ന് പറയുമോ? ഖാരിജിയാണ്, ഖവാരിജികളിൽപ്പെട്ടവനാണ് അദ്ദേഹം എന്ന് നിങ്ങൾ പറയുമോ? എത്ര ആളുകൾ, നിങ്ങളിൽപ്പെട്ട ആളുകൾ മദീനത്തും മക്കത്തും സൗദിയിലും പഠിക്കുന്നുണ്ട്, ഒന്ന് ചോദിച്ചൂടെ? അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം ഖാരിജി വാദം കിതാബിൽ എഴുതുമോ സുഹൃത്തുക്കളെ? അദ്ദേഹവും ഖാരിജിയല്ല, ഞങ്ങളും ഖാരിജികളല്ല, നിങ്ങൾ മതത്തിന് പുറത്താണ്. ഖബറിനെ ആരാധിക്കുന്ന കുബൂരി സമസ്തക്കാരനായാലും ശരി, വേറെ ആരായാലും ശരി, അവൻ ഇപ്പോഴും മുസ്ലിമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതാരായിക്കോട്ടെ, നിങ്ങൾ ആ സമസ്ത കുബൂരിയെ പോലെ മുശ്രിക്കാണ്, കാഫിറാണ്, നിങ്ങൾ മാറ്റണം. ഇത് ഞാൻ എഴുതിയല്ല, ഇത് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്. ഇതാണ് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത കിതാബിലൂടെ നോക്കാം, അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത കിതാബ്. ഇത് അദ്ദേഹത്തിൻ്റെ ഷർഹ് കിതാബ് തൗഹീദാണ്. കിതാബ് തൗഹീദിൻ്റെ ഷർഹ് എഴുതിയ കിതാബാണ്. ഇയാനത്തുൽ മുസ്തഫീദ് എന്ന് പറയുന്ന ഒരു കിതാബാണ്. ഇത് നമ്മുടെ നാട്ടിലെ ധാരാളം സലഫികളുടെ ഇടയിലും എല്ലാവരുടെ കയ്യിലുള്ള കിതാബാണ്. ഇതിൻ്റെ 183 പേജിൽ അദ്ദേഹം എഴുതിയത് കാണാം. ഇതേ വിഷയം സംസാരിക്കുകയാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ് ഞാൻ മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന ഒരാൾ, പിന്നെ ഹസൈനി, ഹുസൈനി, അഹമ്മദ് ബദവി, അബ്ദുൽ ഖാദർ ജീലാനി അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ആളുകളെ ഞാൻ തക്ഫീർ ചെയ്യൂല എന്നൊരു മുസ്ലിം പറഞ്ഞാൽ ആ മുസ്ലിമിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇനി വായിക്കാം. ആ ചുവപ്പ് വരട്ട അവിടെ അതിൻ്റെ കുറച്ച് വലതുഭാഗത്തുനിന്നായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഫല്ലദി യഖൂലു, ആരാണോ പറയുന്നത് അനമാ ഉകഫിർ ഹൗലായി, ഇത്തരം ആളുകളെ ഞാൻ തക്ഫീർ ചെയ്യൂല, കാഫിറാക്കൂല. എത്തരം ആളുകളെ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ആരെയാണെന്ന് പറയുന്നുണ്ട്. അനമാ ഉകഫിർ മൻ യഅബുദുൽ ഹസൻ ഹുസൈൻ വൽ ബദവി, ഹുസൈനെയും അഹമ്മദ് ബദവി പറഞ്ഞാൽ ഈജിപ്തിലെ അവിടെയുള്ള നമ്മളെ അബ്ദുൽ ഖാദർ ജീലാനെ പോലെ ആരാധിക്കപ്പെടുന്ന ഒരാളാണ്.
ഹസനും ഹുസൈനും അബൂദ് ബദവിനെയൊക്കെ ഞാൻ ആരാധിക്കുന്ന ആളുകളെ ഞാൻ തക്ഫീർ ചെയ്യൂല, ലാ ഉകഫിറഹും, ഞാൻ അവരെ തക്ഫീർ ചെയ്യൂല, അലി അന്നഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, ഹും ഇഖ്വാനിന, അവർ നമ്മുടെ സഹോദരന്മാരാണ്, ലാക്കിൻ അഖ്തഹു, പക്ഷെ അവർക്ക് തെറ്റ് പറ്റിയതാണ്. അങ്ങനെ പറയുന്ന ഒരാൾ, അയാളോട് നമ്മൾ പറയും നഖൂലു ലഹു, നമ്മൾ അയാളോട് പറയും അൻത മുശ്രിക്കും മിസ്ലുഹും, നീ അവരെ പോലെ മുശ്രിക്കാണ്. ലിയന്നക ലൻ തുകഫിറ ബിമാ യഅബുദു മിൻ ദൂനില്ലാഹ്, കാരണം അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെ നീ തക്ഫീർ ചെയ്തില്ല. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെയും അല്ലാഹു അല്ലാത്തവയെ ആരാധിക്കുന്നവനെയും തക്ഫീർ ചെയ്യണം. അപ്പോൾ ഇതും ഞാൻ എഴുതിയതല്ല സുഹൃത്തുക്കളെ, ഇതും ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കിതാബ് തൗഹീദിൻ്റെ ഷറഹിൽ എഴുതിയാണ്. ഇതും അദ്ദേഹത്തിനോട് പോയി ചോദിക്കുക. എനിക്ക് വീണ്ടും ഇത്തരം ആളുകളോട് ചോദിക്കാനുള്ളത്, ഇതേ വാദമല്ലേ നമ്മളും പറയുന്നുള്ളൂ? ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നയുടെ പണ്ഡിതൻ എഴുതിയ ഇതേ വാദമാണ് നമ്മളും പറയുന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്നും ഞങ്ങൾ പറയുന്നത് പണ്ഡിതന്മാർക്ക് ഇല്ലാത്ത വാദമാണെന്നും ഞങ്ങൾ പറയുന്നത് സൗദിയിലെ പണ്ഡിതന്മാർ ആരും പറയാത്ത കാര്യമാണെന്നും നിങ്ങൾ പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഇത്തരം കള്ളം പറയാനുള്ള ധൈര്യം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിനും ഈ രണ്ട് കിതാബും അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കിതാബുകളാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് കാര്യം. മൊയ്തീൻ ഷെയ്ഖിനെ ബദരീങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇസ്തിഗാസ ചെയ്യുക, അവർക്ക് വേണ്ടി നേർച്ച ചെയ്യുന്ന അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ തക്ഫീർ ചെയ്യൂല, ഓല് മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെ തക്ഫീർ ചെയ്യാൻ പാടില്ല, ഓൽക്ക് തെറ്റ് പറ്റി ഓല് ഷിർക്ക് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കാഫിറാക്കാതെ മുശ്രിക്കാക്കാതെ മുസ്ലിങ്ങളായി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവർ ഇനി സലഫികളാണെങ്കിലും ശരി, മുജാഹിദുകളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരും ആ കുബൂരികളെപ്പോലെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. അവർ മുർത്തദ്ദുകളായ മതത്തിൽ നിന്ന് ഓൾറെഡി പുറത്തു പോയിട്ടുമുണ്ട്. അങ്ങനെ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ബദരീങ്ങൾക്ക് നേർച്ച നടത്തുന്ന കുബൂരി, റമദാൻ 15 ബദരീങ്ങൾക്ക് നേർച്ച നടത്തുന്ന കുബൂരി, അവൻ മുസ്ലിമാണെന്ന് ഏതെങ്കിലും ഒരു മുജാഹിദുകാരനോ സലഫിയോ ഇപ്പോഴും വിശ്വസിക്കുന്നു എങ്കിൽ ആ മുജാഹിദുകാരനോ സലഫിയും കാഫിറാണ്. ഇത് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്. അള്ളാഹു ഖുർആനിൽ ഇറക്കി തന്ന വിശ്വാസമാണിത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇവിടെ സലഫികളെന്നും മുജാഹിദുകളെന്നും പറഞ്ഞ് ഈ തെറ്റായ വിശ്വാസം, അവർ മുസ്ലിങ്ങളാണ്, അവർക്ക് തെറ്റ് പറ്റിയതാണ്, അവർ നമ്മൾ കാഫിറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുന്ന പ്രഭാഷകർ അവർ അള്ളാഹുവിൻ്റെ ദീനിലല്ല സുഹൃത്തുക്കളെ, അവർ അള്ളാഹുവിൻ്റെ ദീനിലല്ല, അവർ കുഫ്റിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ പഠിച്ചോളൂ. ഈ രണ്ട് തെളിവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ്റെ കിതാബിൽ നിന്നാണ് ഞാൻ എടുത്തു തന്നത്. അദ്ദേഹം അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, കാഫിറായി മരിക്കേണ്ട, മുസ്ലിമായി മുവഹിദായി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് പഠിക്കുക. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സൗദിയിൽ പോയി ഇതേ പണ്ഡിതനോട് നിങ്ങൾ ചോദിക്കുക, ഇത് ശരിയാണോ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുക, നിലപാട് മാറ്റുക. ഇത്തരം വാദം പറഞ്ഞു നടക്കുന്ന സലഫികളെന്ന് വാദിക്കുന്ന പ്രഭാഷകരെ, അവർ എത്ര വലിയ ആളുകളാണെങ്കിലും നേതാക്കളാണെങ്കിലും നിങ്ങൾ അവരെ തള്ളിപ്പറയുക. നിങ്ങൾ അവരെ തക്ഫീർ ചെയ്യേണ്ടി വരും. കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത ഒരു സലഫി എന്ന് പറയുന്ന പ്രഭാഷകനുണ്ടെങ്കിൽ അവനെ തക്ഫീർ ചെയ്യേണ്ടി വരും. അവനത് അംഗീകരിച്ചില്ല എങ്കിൽ, അവനോട് പറഞ്ഞു കൊടുത്തിട്ട് അവനത് അംഗീകരിച്ചില്ല എങ്കിൽ അയാളെയും കാഫിർ മുർത്തദ്ദുമായി നമുക്ക് പരിഗണിക്കേണ്ടി വരും. ഇതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് ദീനിലൊരു പുതിയ കാര്യമല്ല. നമ്മുടെ നാട്ടിലെ സലഫികൾ എന്ന് പറയുന്നവർ പല പ്രഭാഷകരും ഇത് പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത് സത്യമാവാതിരിക്കില്ല. ഇതാണ് സത്യം. അത് നിങ്ങൾ പഠിക്കുക. വസല്ലല്ലാഹു വസല്ലം വബാരിക അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.